കേരളത്തിൽ മെഡിസിൻ പ്രാക്ടീസിന് വേണ്ടി ലൈസൻസ് കൊടുക്കുന്നത് കേരള മെഡിക്കൽ കൗൺസിലാണ്. അപ്പം എല്ലാ രാജ്യങ്ങളിലും എല്ലാ യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ ഗ്രാജുവേറ്റിന് കേരള മെഡിക്കൽ കമ്മീഷൻ കൊടുക്കുന്നില്ല. ഒരുപാട് കാണുന്ന പരസ്യങ്ങളിലും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോകളിൽ നിന്ന് മറ്റു പല ഫാക്ടറിൻ്റെ പേരിലും വീഴാതിരിക്കുക എന്നുള്ളതാണ്. ഫുഡ് അല്ലെങ്കിൽ അവിടുത്തെ കോസ്റ്റ്, ലിവിങ് കോസ്റ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ അതിനേക്കാളും വലിയ മാറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ലീഗൽ റെഗുലേഷൻസ്, അക്രഡിറ്റേഷൻ, റെക്കഗ്നേഷൻ, ഇന്ത്യയിൽ തിരിച്ചു വന്ന ഡെസ്റ്റിനേഷൻ കൺട്രിയുള്ള നിയമങ്ങൾ, അവരുടെ അംഗീകാരം ഉണ്ടാവുമോ ഇല്ലാതിരിക്കോ, ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ വിഷയം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിഷയങ്ങളൊക്കെ പരിഗണിച്ചിട്ട് പിന്നീട് പരിഗണിക്കാവുന്നതാണ് ഫുഡും അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും കൾച്ചറൊക്കെ. ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല. നമ്മുടെ കരിയർ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, അതിനനുസരിച്ച് അവിടുത്തെ ആ രാജ്യത്തെ അംഗീകാരം കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മൾ MBBS അഡ്മിഷന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നീറ്റ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നീറ്റ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും പേരൻസിനൊക്കെ ഉണ്ട് ഒരുപാട് കൺസേൺസ് ആണ്. എബ്രോഡ് MBBS എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എങ്ങനെ സെലക്ട് ചെയ്യാം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമുക്കും വന്നിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പം അതിന് പറ്റിയൊരു സെഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പൊതുവെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷനാണ് അബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റി MBBSന് വേണ്ടി ചൂസ് ചെയ്യുമ്പം എന്തൊക്കെയാണ് അതിൽ അവർ ക്രൈറ്റീരിയ നോക്കേണ്ടത്, എങ്ങനെയാണ് അവർ ഒരു ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളത്. വിദേശ രാജ്യത്ത് മെഡിസിൻ പഠനത്തിനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായും നോക്കേണ്ടത് അക്രഡിറ്റേഷൻ, അതുപോലെ റെക്കഗ്നേഷനാണ്. ഇന്ത്യൻ ആയിരിക്കെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ NMC റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റി തന്നെ ആവണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഗ്രാജുവേഷന് ശേഷം വന്നിട്ട് ഇന്ത്യയിൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, ഇന്ത്യൻ നീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം യൂണിവേഴ്സിറ്റികൾ അപേക്ഷിച്ചാൽ അങ്ങനെയുള്ള MBBS മാത്രമേ വാലിഡ് ആവുള്ളൂ. തീർച്ചയായിട്ടും ഓരോ കൺട്രിയിലും അവരുടേതായിട്ടുള്ള റെക്കഗ്നേഷൻ ബോഡിയുണ്ട്, റെഗുലേറ്ററി ബോഡിയുണ്ട്, അവിടെയും അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. പൊതുവെ വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ WHO അംഗീകാരമുള്ള ഒരുപാട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതാണെങ്കിൽ അത് കൂടുതൽ ഉറപ്പുവരുത്തുക. നമ്മൾ ഓരോ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ വ്യത്യസ്ത കാറ്റഗറീസ് ഓഫ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് കാണാൻ പറ്റും. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇതാണ് വ്യത്യസ്ത കാറ്റഗറീസ്. അതേപോലെ തന്നെയാണ് ഓരോ രാജ്യങ്ങളിലും ഇത്തരം കാറ്റഗറീസ് ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ചിലപ്പോൾ റഷ്യയിലൊക്കെ ഫെഡറൽ യൂണിവേഴ്സിറ്റീസ്, ഫെഡറൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികൾ പെടും. ഏറ്റവും ക്വാളിറ്റിയുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെടുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പൊതുവേ നമ്മൾ മലയാളികളാകുമ്പോൾ നമുക്ക് കേരളത്തിൽ മെഡിസിൻ പ്രാക്ടീസിന് വേണ്ടി ലൈസൻസ് കൊടുക്കുന്നത് കേരള മെഡിക്കൽ കൗൺസിലാണ്. അപ്പം എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെയും മെഡിക്കൽ ഗ്രാജുവേറ്റിന് കേരള മെഡിക്കൽ കമ്മീഷൻ കൊടുക്കുന്നില്ല. അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. വളരെ പ്രധാനമായിട്ട് NMCയുടെ പുതിയ റെഗുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഡ്യൂറേഷൻ അത് കോഴ്സ് ഡ്യൂറേഷനിൽ അകത്താണോ പുറത്താണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അകത്താണെങ്കിൽ ഒരിക്കലും ആ MBBS എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വാലിഡ് ആവില്ല എന്നുള്ളതാണ്. ഇപ്പം പൊതുവേ നമ്മുടെ NRI കുട്ടികളപ്പോൾ അവർ ഇവിടെ തന്നെ പഠിച്ച്, അപ്പോൾ ഇവർക്ക് MBBS പുറത്ത് പോയി ചെയ്തു, പക്ഷെ അവർക്ക് ഇന്ത്യയിൽ പോയി തിരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലോ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കെ ഇന്ത്യയിൽ MBBS വാലിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്ടർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും NMCയുടെ പുതിയ റോൾ പ്രകാരം ഏത് രാജ്യത്താണോ MBBS ചെയ്യുന്നത് ആ രാജ്യത്ത് അവരുടെ ലൈസൻസിങ് ടു പ്രാക്ടീസ് അനുവദിക്കപ്പെടണം എന്നുള്ളതാണ്. അതിന് റെഗുലേറ്ററി ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൻ്റെ അംഗീകാരം വേണം. ചില രാജ്യത്ത് അത് കൊടുക്കാറില്ല. ചില രാജ്യത്ത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനൻ അവരുടെ ഭാഷയിൽ എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ അപ്പോൾ ലൈസൻസ് ടു പ്രാക്ടീസ് കൊടുക്കുകയുള്ളൂ. ചില രാജ്യത്ത് PG ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ. ചില രാജ്യത്ത് ഇത്ര വർഷം, 4 വർഷം, 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത നിയമങ്ങളാണ് ഓരോ രാജ്യത്തും. അതെങ്ങനെ മനസ്സിലാക്കാന്നാണ് ഓരോ രാജ്യത്തിൻ്റെ മിനിസ്റ്ററിൽ പോയി തന്നെ അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. ചില രാജ്യങ്ങൾ ഈ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തുള്ള ഏത് രാജ്യത്താണ് പഠിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ലൈസൻസ് ടു പ്രാക്ടീസ് നിർബന്ധമായും ഉറപ്പുവരുത്തണം. നമ്മൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല. അപ്പം നമ്മുടെ കരിയർ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, അതിനനുസരിച്ച് അവിടുത്തെ ആ രാജ്യത്തെ അംഗീകാരം കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മൾ MBBS അഡ്മിഷന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് കൺട്രിയാണ് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ? ഫോർ എക്സാമ്പിൾ ഗൾഫ് എന്നൊക്കെ പോകുന്ന കുട്ടിക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കൺട്രി ഏതായിരിക്കും? കൺട്രി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മളവിടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ലോകത്ത് വ്യത്യസ്ത മെഡിക്കൽ എഡ്യൂക്കേഷൻ കരിക്കുലം നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് അമേരിക്കൻ കരിക്കുലം, 2 യൂറോപ്യൻ കരിക്കുലം, 3 ഈ ഏഷ്യൻ കരിക്കുലം എന്ന് വേണമെങ്കിൽ പറയാം. ഏഷ്യൻ കരിക്കുലമാണ് ശരിക്കും ഇന്ത്യയും സൗത്ത് ഏഷ്യൻ കൺട്രികളൊക്കെ ഫോളോ ചെയ്യപ്പെടുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ കരിക്കുലം എന്ന് പറയുന്നത്. യൂറോപ്പിലൊക്കെ അത് സ്വാഭാവികമായിട്ടും യൂറോപ്പ് യൂണിയൻ ഫോളോ ചെയ്യുന്നതാണ്.
യൂറോപ്യൻ മെഡിക്കൽ കരിക്കുലം, അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസ്, കാനഡ, അമേരിക്കയിൽ ഫോളോ ചെയ്യപ്പെടുന്നതാണ് അമേരിക്കൻ മെഡിക്കൽ എഡ്യൂക്കേഷൻസ് കരിക്കുലം എന്നിങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ, അമേരിക്കയിലാണ് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ MD എടുത്ത് മുന്നോട്ട് പോകലാണ് എപ്പോഴും നല്ലത്. പക്ഷേ അത് ചില രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ കൺട്രി ഏതാണെന്നുള്ളത് നമ്മൾ കൺട്രി ചൂസ് ചെയ്യുന്നിടത്ത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ആ കൺട്രികളിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ കൺട്രിയിൽ അംഗീകാരമുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ, അല്ലെങ്കിൽ MBBS യൂണിവേഴ്സിറ്റിയിൽ പോയി MBBS പഠനം നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകമായിട്ട് പരിഗണിക്കേണ്ടത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. ചില രാജ്യങ്ങളിൽ കഡാവർ കൊടുക്കും, ചില രാജ്യങ്ങളിൽ അത് കഡാവർ കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ക്ലിനിക്കൽ റൊട്ടേഷൻസ്, അതിൻ്റെ ടൈമിങ്, അതിൻ്റെ എക്സ്പോജറൊക്കെ വ്യത്യാസമുള്ള ഒരുപാട് രാജ്യ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിളായിട്ടുള്ള കൺട്രിയിൽ പോകുന്നത് എപ്പോഴും സേഫ്റ്റി ഇഷ്യൂ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. നാലാമത്തത് നമ്മുടെ ഓൺ കൺട്രിയും ഈ പോകുന്ന കൺട്രിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് റഷ്യ വാർ സംഭവിച്ചപ്പോൾ എത്രയും ഇന്ത്യൻ സ്റ്റുഡൻസിനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളെ പെട്ടെന്ന് അത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ തിരിച്ചെത്തിക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഇതൊക്കെ നമുക്ക് മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളും ആ രാജ്യം തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ എംബസി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺട്രി ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഏതെല്ലാ സബ്ജക്ട്സിലാണെങ്കിലും ഏത് കോഴ്സിനാണെങ്കിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കുക. അപ്പം ഇൻ കേസ് ഓഫ് MBBSലേക്ക് വരുമ്പം പുറത്തൊരു കൺട്രി ചൂസ് ചെയ്യുമ്പം ആ കൺട്രിയിൽ അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്ര ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ എന്താണ് ബെസ്റ്റ്, അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? ലൈക്ക് MBBS എഡ്യൂക്കേഷൻ ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ. നമുക്ക് എത്രമാത്രം ക്ലിനിക്കൽ എക്സ്പോജർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു MBBS എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. നല്ല പ്രാക്ടിക്കൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന മെഡിക്കൽ കോളേജ്, പ്രത്യേകിച്ച് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റൽസിലെ നമ്പർ ഓഫ് ബെഡ്സ്, അവിടുത്തെ ഇംപേഷ്യൻസ് റൈറ്റ്, അവിടെ അവൈലബിൾ ആവുന്ന ഡിസീസസ്, കൂടുതൽ തിക്ലി പോപ്പുലേറ്റഡ് ആണെങ്കിൽ കൂടുതൽ ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന പേഷ്യൻസിൻ്റെ നമ്പേഴ്സ് എത്രയാണ്, റേഷ്യോ എത്രയാണ്, ഒരു വിദ്യാർത്ഥി 50 പേഷ്യൻസ്, 25 പേഷ്യൻസ്, അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പോജർ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ചില രാജ്യങ്ങളിൽ ഡെഡ് ബോഡി നേരിട്ട് കൊടുക്കും, കുട്ടികൾക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കൂടുതലുള്ള അവർക്ക് നേരിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ചില രാജ്യങ്ങൾ ഒരിക്കലും ഈ കഡാവർ കൊടുക്കാതെ മറ്റുള്ള സിന്തറ്റിക് സാധനങ്ങളാണ് കൊടുക്കുന്നത്, ഡമ്മികളാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ആ ക്വാളിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ രോഗികളുള്ള കൂടുതൽ ക്ലിനിക്കൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റിയാണ് നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കൺട്രിയിൽ ചൂസ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ കൺട്രി ചൂസ് ചെയ്ത് നമ്മൾ അവിടെ പോകാൻ നോക്കുമ്പോൾ ലാംഗ്വേജ് പൊതുവെ ഒരു ബാരിയർ ആവലുണ്ടോ? ഫോർ എക്സാമ്പിൾ ജർമ്മനി പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര മാൻഡേറ്ററി ആണ്. അപ്പോൾ അതേപോലെയാണോ എല്ലാ കൺട്രീസും, അല്ലെങ്കിൽ പൊതുവെ അതൊരു ബാരിയർ ആവലുണ്ടോ? ഓരോ രാജ്യത്തും വ്യത്യസ്ത മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനാണ് MBBS എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് കാണാറുള്ളത്. ലാംഗ്വേജ് വലിയൊരു കൺസേൺ ആണ്. ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ, അതേപോലെ തന്നെ ക്ലിനിക്കൽ റൊട്ടേഷൻ്റെ സമയത്തും ചില രാജ്യങ്ങളിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നാറ്റീവ് ലാംഗ്വേജിലാണ് അവർ പഠിപ്പിക്കുന്നത്. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലൊക്കെ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമുക്ക് കാണാറുണ്ട്. ചില രാജ്യങ്ങളിൽ ക്ലിനിക്കൽ റൊട്ടേഷൻ്റെ പീരീഡിൽ നാറ്റീവ്സിനോട് സംസാരിക്കുമ്പോൾ അവിടെ നാറ്റീവ് ലാംഗ്വേജിൽ തന്നെ സംസാരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യേണ്ട നിയമങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. അപ്പം അതും ഒരു ബാരിയറായിട്ട് വരാറുണ്ട്. ചില രാജ്യങ്ങളിൽ ഇന്നിപ്പം ലൈസൻസ് ടു പ്രാക്ടീസ് ലഭിക്കണമെങ്കിൽ അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ അവിടെ എക്സാം എഴുതണം, ചൈനയെ പോലെ. അപ്പം തീർച്ചയായിട്ടും മറ്റൊരു ബാരിയറായിട്ട് വരും. ലാംഗ്വേജ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന്, അത് ഇംഗ്ലീഷാണോ അതല്ല നോൺ ഇംഗ്ലീഷിങ് ഏതെങ്കിലും ലാംഗ്വേജ് ആണോ എന്നുള്ളത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ പൊതുവേ മറ്റുള്ള കോഴ്സിനൊക്കെ നമ്മൾ അബ്രോഡ് കൺട്രീസ് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലൈക്ക് ഒരു 1 ഇയർ കോഴ്സ് ഫീ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം MBBS വേറെ കൺട്രിയിൽ നോക്കുമ്പം അല്ലെങ്കിൽ അബ്രോഡ് നോക്കുമ്പം അതിൻ്റെ എക്സ്പെൻസസ് എങ്ങനെയാണ്? അതേപോലെ സ്കോളർഷിപ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? MBBSന് വിദേശത്ത് പോകുന്ന ഒരു വിദ്യാർത്ഥി പ്രധാനമായിട്ടും കൺസേൺഡ് ആവേണ്ട ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഒന്ന് ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസ്, വിസ കോസ്റ്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസ്. ഓരോ രാജ്യത്തും വ്യത്യസ്ത ഇൻഷുറൻസ് പോളിസി, അതേപോലെ തന്നെ വിസ കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ലിവിങ് എക്സ്പെൻസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് ഓരോ രാജ്യത്തെയും ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും
ഡീറ്റെയിൽസ് എടുത്ത് നോക്കി അല്ലെങ്കിൽ പ്രീവിയസ് അവിടെ മുമ്പ് പഠിച്ച സ്റ്റുഡൻസിനോട് അന്വേഷിച്ചാലും കിട്ടുന്നതാണ്. അതിനൊക്കെ പുറമെയാണ് ട്യൂഷൻ ഫീസ് ഇന്ത്യയിൽ MBBSൻ്റെ ട്യൂഷൻ ഫീസിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് കുറവുള്ള ഒത്തിരി രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എസ്പെഷ്യലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ചില യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. 100% സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ മെറിറ്റ് ബേസുള്ള സ്കോളർഷിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ ഏർലി ബേർഡ്സ് അപ്ലിക്കേഷൻ കിട്ടുന്ന സ്കോളർഷിപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ജർമ്മനി പോലത്തെ രാജ്യങ്ങളിൽ പഠിക്കാൻ വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. പക്ഷേ അവിടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ചെയ്യണം മാത്രമല്ല അവരുടെ ലാംഗ്വേജ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അതുപോലെ കൺട്രി ചൂസ് ചെയ്തു, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് കൺസേൺ ആയിരിക്കും പെട്ടെന്ന് വിസ കിട്ടും അല്ലെങ്കിൽ വിസ കിട്ടാൻ എത്ര ടൈം എടുക്കും, വിസൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, ട്രാവൽ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നുള്ള കുറേ കൺസേൺസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള വിസ റിക്വയർമെൻ്റ് ആണ്. പക്ഷേ എപ്പോഴും നമ്മൾ വിസ നമ്മുടെ ഒറിജിൻ കൺട്രിയുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബന്ധത്തിൻ്റെ പുറത്തായിരിക്കും വിസ. ഓൺ അറൈവൽ വിസ കിട്ടുന്ന രാജ്യങ്ങളുണ്ട് ഇന്ത്യൻസിന്. അങ്ങനെ പോയിട്ട് അവിടെ പിന്നീട് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വിസ പ്രോസസ്സിങ് ടൈം എടുത്ത് പ്രോസസ്സിങ് ലോങ് ടൈമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുട്ടികൾക്ക് 1-2 മാസങ്ങളിൽ ക്ലാസ്സുകൾ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴും കൺട്രി ചൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വിസ എന്നുള്ളത് ഒരു സീരിയസ് കൺസേൺ തന്നെയാണ്. എത്ര ദിവസങ്ങൾക്കുള്ളിൽ വിസ കിട്ടും, ഇനി സ്റ്റുഡൻസ് വിസക്ക് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുണ്ടോ? ചില രാജ്യങ്ങളിൽ നിന്ന് ചില രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻസ് വിസ പ്രോസസ്സ് വ്യത്യസ്ത റൂട്ടുകളാണ്. ആ റൂട്ടുകൾ ഈസി റൂട്ടുകളാണോ അല്ലേ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയണം അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അറിയണം. ചിലപ്പോൾ ഒരാൾ തന്നെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ ആര് അപ്രോച്ച് ചെയ്യണം? ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണത് കിട്ടുക? വിദേശ MBBS പഠനത്തിന് ഏറ്റവും നല്ലത് റെക്കഗ്നൈസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓതറൈസ്ഡ് ഏജൻസിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോൺടാക്റ്റിൻ്റെ പരിമിതികളുണ്ടാവും, എന്നീ ഇൻഫോർമേഷൻ കിട്ടാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഹസിൽ ഫ്രീ ആയിട്ട് പ്രോസസ്സ് നടക്കണമെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒരുപാട് കാണുന്ന പരസ്യങ്ങളിലും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോകളിൽ നിന്ന് മറ്റു പല ഫാക്ടറിൻ്റെ പേരിലും വീഴാതിരിക്കുക എന്നുള്ളതാണ്. ഫുഡ് അല്ലെങ്കിൽ അവിടുത്തെ കോസ്റ്റ്, ലിവിങ് കോസ്റ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ അതിനേക്കാളും വലിയ മാറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ലീഗൽ റെഗുലേഷൻസ്, അക്രഡിറ്റേഷൻ, റെക്കഗ്നേഷൻ, ഇന്ത്യയിൽ തിരിച്ചു വന്ന ഡെസ്റ്റിനേഷൻ കൺട്രിയുള്ള നിയമങ്ങൾ, അവരുടെ അംഗീകാരം ഉണ്ടാവുമോ ഇല്ലാതിരിക്കുമോ, ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ വിഷയം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിഷയങ്ങളൊക്കെ പരിഗണിച്ചിട്ട് പിന്നീട് പരിഗണിക്കാവുന്നതാണ് ഫുഡും അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും കൾച്ചറൊക്കെ. ഇങ്ങനെ ഓതറൈസ് ആയിട്ടുള്ള ഏജൻസിയെ ത്രൂ പോവുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ പ്രോസസ്സ് നൽകുകയും നല്ല ഇൻഫോർമേഷൻ കൃത്യസമയത്ത് തന്നെ തന്ന് ഗൈഡൻസ് തന്ന് ഈസി പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്യുന്നിടത്തും കൺഫ്യൂഷൻസ് പാരൻസിനുണ്ടാവും. അത് NMC റെക്കഗ്നൈസ്ഡ് ആണോ, അതല്ല അവരുടെ ലൈസൻസിങ് പ്രാക്ടീസിങ് ലൈസൻസ് നൽകുന്നുണ്ടോ ഇല്ലയോ, ആ യൂണിവേഴ്സിറ്റിയുടെ ക്ലിനിക്കൽ റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇതിനും നമുക്ക് തീർച്ചയായിട്ടും ഒരു ഏജൻസിയെ ബന്ധപ്പെട്ടാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുക. ഒന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കിട്ടുന്ന ഇൻഫോർമേഷൻ. 2, അവിടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ. ഇതുപോലെ ആയിട്ടുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഗൈഡൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലേൺ ഗൈഡിനെ കോൺടാക്ട് ചെയ്യാം.